के लिए कमिटेड हो। പ്രിയപ്പെട്ടവരെ, ഗൾഫ് രാജ്യങ്ങൾ ഭാരതത്തെ ശത്രു രാജ്യമായി കണ്ട് ഭാരതീയരെ പുറത്താക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആഗ്രഹം. ഇതിനായി അവർ ഗൾഫ് രാഷ്ട്രത്തലവന്മാരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ മനഃപൂർവ്വം നടത്തുകയാണ്. അവരാഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഭ്രമം സൃഷ്ടിച്ചാൽ, അവരെ പ്രകോപിതരാക്കിയാൽ മോദിയെ വിമർശിക്കാൻ അവസരം കിട്ടുമെന്നാണ് അവർ കരുതുന്നത്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരോട് പറയാനുള്ളത്, തിരഞ്ഞെടുപ്പ് വരും പോകും, അതൊന്നുമല്ല പ്രശ്നം. നമ്മളുടെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് പ്രശ്നം. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനായി മോദി പ്രതിജ്ഞാബദ്ധമാണ്. എല്ലാവരുടെയും സുരക്ഷിതത്വം ഞാൻ ഉറപ്പാക്കുകയും ചെയ്യും. चुनाव जीतने के लिए, मोदी को गाली देने के लिए कांग्रेस 1 करोड़ प्रवासियों का जीवन संकट में डालने को तैयार बैठी है। उधर ईरान में हमारे फिशरमैन केरल के हैं, तमिलनाडु के हैं, गोवा के हैं, आंध्र तेलंगाना के हैं, पुडुचेरी के हैं, उनकी जिंदगी खतरे में। हम वहां के संकट में से उनको बाहर ले आ रहे हैं। आज सैकड़ों की तादाद में मेरे मछुआरे भाई बहन भारत लौटने वाले हैं। हमारे लिए उनकी जिंदगी बचाना ये महत्वपूर्ण है। बयानबाजी करने के लिए अरे बहुत मौके आएंगे। अभी तो हमारे लोगों की, हमारे मछुआरे भाई बहनों को हमें जिंदा वापस लाना है। कांग्रेस को इन सारी चीजों से कोई लेना देना नहीं। बस चुनाव चुनाव चुनाव। क्या देश के लोगों की चिंता नहीं करोगे? कांग्रेस को इस स्वार्थी सियासत के लिए केरलम के लोगों से माफी मांगनी चाहिए। पाप कर रहे हो। പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ, മോദിയെ വിമർശിക്കാൻ നമ്മുടെ രാജ്യത്തെ 1 കോടിയോളം വരുന്ന പ്രവാസികളായ ഭാരതീയരുടെ ജീവൻ കോൺഗ്രസുകാർ അപകടത്തിലാക്കുകയാണ്. ഇറാനിൽ നമ്മളുടെ മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിലെ, തമിഴ്നാട്ടിലെ, ആന്ധ്രയിലെ, ഗോവയിലെ, തെലങ്കാനയിലെ ഒക്കെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവരെ ജീവനോടെ പുറത്തെത്തിക്കാൻ ഭാരത സർക്കാർ വലിയ കഷ്ടപ്പാടുകളും പ്രയത്നങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് നമ്മളുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഞാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് പ്രസ്താവനകൾ നടത്താൻ ഇനിയും അവസരം കിട്ടും. പക്ഷേ നമ്മളുടെ ആദ്യ പരിഗണന എന്നുള്ളത് നമ്മളുടെ സഹോദരങ്ങളെ ജീവനോടെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ അവർക്ക് ഇതേപ്പറ്റിയൊന്നും യാതൊരു ആലോചനയുമില്ല. ഇതിനോട് അവർക്ക് യാതൊരു ചിന്തയുമില്ല. തിരഞ്ഞെടുപ്പ് 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 എന്ന ചിന്ത മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ഈ സ്വാർത്ഥ രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ കുരുതി കൊടുക്കുന്ന പ്രസ്താവനകളുടെ പേരിൽ കേരളത്തിലെ ജനങ്ങളോട് കോൺഗ്രസ് മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. अंडे सुर्द गले युद्ध की इन परिस्थितियों में मैं आप सबकी चिंता समझता हूं। इसलिए गल्फ कंट्रीज के नेताओं से मैं लगातार संपर्क में हूं। वहां की सरकारों से हम लगातार बात कर रहे हैं। मैं आप सभी परिजनों को आश्वस्त करता हूं, आपका बेटा, आपकी बेटी, आपके परिवारजन भले ही आपसे दूर हो, लेकिन वो अकेले नहीं है। भारत सरकार इन देशों में रह रहे हर भारतीय के साथ है। युद्ध के बीच भी हम लोगों के, भारत के लोगों को हर संभव मदद पहुंचा रहे हैं। പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മലയാളികളായ നിങ്ങളുടെയൊക്കെ ആശങ്കകൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൾഫിലെ രാഷ്ട്രത്തലവന്മാരുമായി, ഗൾഫ് രാജ്യങ്ങളുമായി നിരന്തരമായി നാം സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ എല്ലാ കുടുംബങ്ങളോടും, മലയാളികൾ ഗൾഫിൽ ബന്ധുക്കളുള്ള എല്ലാ കുടുംബാംഗങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ, ബന്ധുക്കൾ ഒക്കെ ഫലത്തിൽ നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കാം. എന്നാൽ അവർ ഒറ്റയ്ക്കല്ല. എല്ലാ രാജ്യങ്ങളിൽ കഴിയുന്ന അവരോടൊപ്പം ഭാരതത്തിന്റെ സർക്കാരുണ്ട്. ഈ യുദ്ധത്തിനിടയിലും ഓരോ ഭാരതീയനും ആവശ്യമായ സഹായം ഭാരത സർക്കാർ എത്തിച്ചു നൽകുന്നുണ്ട്.